സാറ് പറഞ്ഞ പോലെ ഇതൊരു പക്ക ഒരു ഫാമിലി ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. ഇന്നിപ്പം എനിക്കൊന്ന് ജഗദീശൻ അറിയാമായിരിക്കും, ഇന്നിപ്പം മലയാളത്തിലെ സിനിമയുടെ ട്രെൻഡ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഫാമിലി സിനിമകൾ വളരെ റെയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ കുറച്ച് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള മൂവീസ് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് മൂവീസ് ആണ് ഇന്ന് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഇതിൽ ചെല്ലുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ? അല്ല, അങ്ങനെയുള്ള ഒരു ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ഒരു കുടുംബത്തിൽ നടക്കുന്ന കഥയാണ്. അതിനകത്ത് വലിയ ലൊക്കേഷനുകൾ, അങ്ങനെ ധാരാളിത്തം, അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ ഒരു ടെൻഷൻ ഞങ്ങൾക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സംവിധായകർ പറയുന്നത് അതില് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇമോഷൻസും അതിനകത്ത് കവർ ചെയ്യുന്ന ഒരു ഹ്യൂമറും ഇതിനകത്തുണ്ട് എന്നുള്ള ഒരു സംവിധായകരുടെ കൺവിക്ഷൻ ഉണ്ടല്ലോ. അത് ആണ് നമ്മളെ കൂടുതൽ വിശ്വാസത്തോടെ ഇതിനെ സമീപിക്കാൻ പ്രേരിപ്പിച്ചത്. ഇതിപ്പം പുരുഷപ്രയത്തിൽ നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, അതിൽ നിന്നിപ്പോ വീണ്ടും ഈ ഒരു ഫാമിലിയിലേക്ക്, ഈ ഒരു പരിവാർ മൂവിയിലേക്ക് വീണ്ടും ഒന്നിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ്? അല്ല, ഞങ്ങള് അതില് പുരുഷപ്രേതം ആയിക്കോട്ടെ പരിവാർ ആയിക്കോട്ടെ, ഞങ്ങൾ തമ്മിൽ ക്രിയേറ്റീവ് ഡിഫറൻസസ് എല്ലാ കാലത്തും ഉണ്ട്. അത് രണ്ടുപേരും കൂടെ നമ്മൾ തർക്കിച്ച് ഒരു പോയിന്റിൽ എത്തും. ഞങ്ങൾ അതിൽ ചിലപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും ശരി, ചിലപ്പോൾ പ്രശാന്ത് പറയുന്നതായിരിക്കും ശരി, ചിലപ്പോൾ രണ്ടുപേര് പറയുന്നതായിരിക്കില്ല ശരി. അപ്പൊ ഞങ്ങള് അതിനെ അവരൊരു സീനൊക്കെ എടുക്കുമ്പം അന്ധമായിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം പ്രശാന്ത് സമ്മതിച്ചിരില്ല, പ്രശാന്ത് പറയുന്നതെല്ലാം ഞാനും സമ്മതിച്ചു കൊടുക്കില്ല. അപ്പൊ അങ്ങനെ ക്രിയേറ്റീവായിട്ട് ഡിസ്കസ് ചെയ്യും. അല്ലാതെ വെറുതെ വന്ന് ഡയലോഗ് അതേപടി പറഞ്ഞിട്ട് പോവുക എന്നുള്ളതല്ല. അതിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ ഈ സിനിമ ഇത് മെറ്റീരിയലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കും, എന്തായി എന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിക്കും. അതിനുശേഷം തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ എന്നും ഓരോ സീനിനെ കുറിച്ച് ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ രീതിയിൽ ഈ രീതിയിൽ വർക്ക് ആവോ എന്നൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ തമ്മിൽ തന്നെ ചെറിയ തർക്കങ്ങളൊക്കെ വരുമ്പം അതെല്ലാം തീരുന്നത് സംവിധായകരുടെ അടുത്ത് ചെല്ലുമ്പോൾ സംവിധായകർ പറയും നിങ്ങളുടെ ഒരു തർക്കവും വേണ്ട, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഇതങ്ങ് ചെയ്താൽ മതി എന്ന് പറയും. അപ്പൊ പിന്നെ ഞങ്ങളുടെ ജോലി വളരെ എളുപ്പമാണ്. ഞങ്ങൾ തർക്കിച്ച വെറുതെ ആവും. ഞങ്ങൾ ചിരിച്ചിട്ട് റെഡി സർ ടേക്ക് എന്ന് പറയും. ഞങ്ങൾ തർക്കിച്ചത് വെറുതെ ആവും. അപ്പൊ പിന്നെ ആ തർക്കത്തിലൊന്നും ഒരു കാര്യമില്ല. അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഏത് സിനിമയ്ക്കും ഡയറക്ടറാണ്. സംവിധായകന്റെ കലയാണ് സിനിമ. അതിൽ വിജയത്തിനും സംവിധായകൻ തന്നെയാണ് ഏറ്റവും ക്രെഡിറ്റ്. അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അവരുടെ ആ ചിന്തകളിൽ നമ്മൾ വെള്ളം ചേർത്താൽ അവരുടേതുമല്ല നമ്മുടേതുമല്ലാത്ത സിനിമയായിട്ട് മാറും. അതുകൊണ്ട് ഇത് അവരുടേതായിട്ടുള്ള സിനിമയായിട്ട് വരാൻ ഞങ്ങൾ കൂടുതൽ സഹകരിച്ചിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള രസകരമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ പറയാം, അതും കൂടെ പറയണമല്ലോ. ഞാൻ മാക്സിമം പ്രശാന്തിനെയൊക്കെ പറ്റിക്കുന്നറിയാം. പ്രശാന്ത് ഉച്ചയ്ക്ക് ഗംഭീര ഫുഡാണ് കേട്ടോ. പ്രശാന്ത് എത്ര പറഞ്ഞാലും പ്രശാന്ത് ആദ്യം അങ്ങ് വിശ്വസിക്കും, ആണോ കേട്ടോ, എന്തുവാണ് ഞാൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഭയങ്കര ഗംഭീര ഫുഡാ. ഒന്നും അറിഞ്ഞിട്ട് പറയുന്നില്ല, പക്ഷെ ആ ഒരു സെക്കൻഡ് പറ്റിക്കപ്പെടാൻ പ്രശാന്ത് തയ്യാറാണ്. പ്രശാന്ത് എടുത്തു പറയും ഉഗ്ര ഫുഡാണ്. ജഗദീശൻ ഇത്ര ബിൽഡപ്പിൽ പറയുമ്പോ ഞാൻ പറ്റിക്കപ്പെട്ടില്ലെങ്കിൽ പൂപ്പർക്ക് വിഷമമാണ്. ഇത്രയും സീനിയറായ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു, ആ ശരി ഓക്കെ, നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ. ആ ഒരു നിരുത്സാഹപ്പെടുത്താത്തതാണ് ഞങ്ങളുടെ വിജയം. ഞങ്ങൾ എല്ലാരും പരസ്പരം ഇങ്ങനെ നിരുത്സാഹപ്പെടുത്താതെ പക്ഷെ നിങ്ങൾ എല്ലാരും നിരുത്സാഹപ്പെടുത്തുന്ന ഇതിനൊക്കെ ഉള്ള സ്പേസ് ആ സെറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സെറ്റിന്റെ വൈബ്. ഈ തർക്കങ്ങൾ നമ്മൾ തുറന്നു പറയാൻ തയ്യാറാവുന്ന എന്തുകൊണ്ടാണ്, നമ്മൾ പിണങ്ങാത്തതുകൊണ്ടും ഇതിന്റെ പേരിൽ വേറെ ഇഷ്യൂ ഉണ്ടാകാത്തതുകൊണ്ടും. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തന്നെ ഇവിടെ ഇല്ല. അയാളുടെ കാര്യത്തില് ജയചേട്ടൻ പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ അല്ല, ഇതില് നമ്മൾ പറഞ്ഞില്ലേ ആരോട് വേണോ എന്ത് ചോദ്യം വേണോ ചോദിച്ചോളൂ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. തുറന്ന മനസ്സോടെ ഇരിക്കുകയാണ്. നേരെ മറിച്ച് ചിലപ്പോ ഇങ്ങനെ ഇന്റർവ്യൂവിന് വരുമ്പോ മറ്റേ ചോദ്യം ചോദിക്കരുത് കേട്ടോ, ഈ ചോദ്യം ചോദിക്കരുത്, ഈ ചോദ്യം ചോദിക്കുന്നത് ലിസ്റ്റ് ഒക്കെ തരില്ല, അത് പുള്ളിയോട് ചോദിച്ചാൽ മതി. ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞങ്ങൾക്ക് പേടിയില്ല അദ്ദേഹം. അതെ, ഞങ്ങൾക്ക് ഒരു പേടിയില്ല. അദ്ദേഹം എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ഇവിടെ വരട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ. മീനാരാജ് സാറിന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹത്തെ വെറുതെ ഞങ്ങൾ നിശബ്ദരായിട്ടിരിക്കില്ല, ഞങ്ങൾ പ്രതികരിക്കുമെന്ന്. നമ്മുടെ ഇപ്പം നമ്മൾ എല്ലാരും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇപ്പം മീനരാജ് സാർ പറഞ്ഞപ്പോഴും പറഞ്ഞു, ഈ സിനിമയില് നമ്മൾ കണ്ടു പോയിട്ടുള്ള പല സിനിമകളുടെയും ഛായ തോന്നാം, സിറ്റുവേഷൻസിന്റെ ഛായ തോന്നാം. ഇത് ആശയദാരിദ്ര്യമല്ല, ഇത് സംവിധായകർ ബോധപൂർവം ചെയ്തിട്ടുള്ളതാണ്. അവര് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാല്, ചേട്ടാ നൊസ്റ്റാൾജി അടിക്കണം ഈ സിനിമ കാണുമ്പോൾ. പണ്ടത്തെ സിനിമയിൽ നമ്മൾ ഇങ്ങനത്തെ സീൻ കണ്ടിട്ടുണ്ട്, ഇന്ന് അങ്ങനത്തെ സീനുകൾ സിനിമയിൽ ഇല്ല. ഇങ്ങനത്തെ തമാശകൾ പണ്ടത്തെ സിനിമകളിൽ ഇന്നത്തെ സിനിമകളിൽ അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു സാധനം വന്നോട്ടെ. ഇതൊക്കെ ഞങ്ങളുടെ തർക്കത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഒത്തിരി കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരോട് ചേട്ടാ അത് വന്നോട്ടെ, ഞങ്ങൾ ബോധപൂർവ്വം ഇട്ടതാ, ആ നൊസ്റ്റാൾജി അടിക്കണം, ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ ഉള്ളൊരു കുളിര് കിട്ടണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതെല്ലാം പർപ്പസ്ഫുള്ളി. ഞാൻ ഈയിടയ്ക്ക് പരിവാറിന്റെ സീരിയസ് വെർഷനിലുള്ള ഒരു സിനിമ ഉണ്ട്. സെയിം കഥ, ഒരേപോലത്തെ കഥാപാത്രങ്ങൾ, പക്ഷെ ഭയങ്കര സീരിയസ്
രീതിയാണ് അപ്രോച്ചാണ് approach അതിന്റെ ഏറ്റവും ഹ്യൂമറസ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇത്. എന്നാൽ അതിലെ സീരിയസ് ആയിട്ട് ചെയ്ത അതിലെ കഥാപാത്രങ്ങളുടെ ക്രൂരത പോലും നമ്മൾ ഈ തമാശയില് ചെയ്തിട്ടില്ല. എന്തെല്ലാം ചേഞ്ചസ് കൊണ്ടുവരാമോ അതെല്ലാം പരിവാറിൽ കൊണ്ടുവന്നിട്ടുണ്ട്.